വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അടുത്ത് പ്രോപ്പർട്ടി ചോദിച്ച് നമുക്ക് ഒരുപാട് കോളുകൾ കിട്ടുന്നുണ്ട്. ആ കോളുകൾ കിട്ടുമ്പോൾ ആദ്യമായിട്ടൊരു 3 ചോദ്യങ്ങൾ കൂടി അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എയർപോർട്ടിൻ്റെ അടുത്ത് നിന്ന് എത്ര ദൂരത്തിലാണ്? രണ്ടാമത്തെ ചോദ്യം, അവിടെ വെള്ളം കയറുന്നതാണോ? മൂന്നാമത്തെ ചോദ്യം, നല്ലൊരു കമ്മ്യൂണിറ്റി ആണോ? അവിടെ വെള്ളത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കുമുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു പ്രോപ്പർട്ടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്ന് നിൽക്കുന്നത്. ഒരിക്കൽ കൂടി ഡ്രീംസ് ആൻഡിൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രീംസ് ലാൻഡിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള dreamslandreality.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപ്പോൾ ഞാനിന്ന് വന്ന് നിൽക്കുന്നത് മേക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 7.5 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം. ഇവിടെ വെള്ളത്തിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ശുദ്ധമായ കിണർജലം ലഭിക്കുന്ന നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. പൂർണ്ണമായും ഒരു മോഡേൺ ബോക്സി എലിവേഷനിൽ ഒരുങ്ങിയിരിക്കുന്ന ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ വർണ്ണാഭമാക്കുന്നത് അതിൻ്റെ ചുമരുകളിൽ കൊടുത്തിട്ടുള്ള ഡാർക്ക് കളർ ടെസ്റ്റർ പെയിന്റുകളാണ്. ഈ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നാൽ നാച്ചുറൽ സ്റ്റോൺ ടെസ്റ്ററിൽ വരുന്ന ഇന്റർലോക്ക് കട്ടകൾ പാകി അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ നൽകി മോടി പിടിപ്പിച്ചിരിക്കുന്നു. നിലവിൽ കാർ പോർച്ച് ഈ വീട്ടിൽ നൽകിയിട്ടില്ലെങ്കിലും ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം അത് നിർമ്മിച്ചു നൽകാമെന്ന് ഇതിന്റെ ഉടമസ്ഥൻ നമ്മളെ പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. എന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇതിന്റെ ഇന്റീരിയർ ഡിസൈൻ തന്നെയാണ്. മെയിൻ ഡോറുകൾ തുറന്ന് നമ്മൾ എത്തുന്നത് എൽ ഷേപ്പിൽ നൽകിയിട്ടുള്ള ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയിലാണ്. നല്ല രീതിയിൽ ജിപ്സം സീലിംഗും LED പാനലിംഗും നൽകിയിട്ടുള്ള ഈ ഒരു ലിവിംഗ് ഏരിയയുടെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇതിന്റെ TV യൂണിറ്റിന്റെ സ്ഥാനം വരുന്നത്. 4 മുറികളുള്ള ഈ വീട്ടിൽ താഴെ നിലയിൽ 2 അറ്റാച്ച്ഡ് ബാത്റൂം സഹിതമുള്ള 2 ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നു. ബെഡ്റൂമുകളിൽ നൽകിയിട്ടുള്ള വാൾപേപ്പർ ഡിസൈനും കബോർഡിനോട് ഇഴകിച്ചേർന്ന് വിൻഡോസിനോട് ചേർന്ന് നൽകിയിട്ടുള്ള സൈഡ് സീറ്റുകളും ഈ വീടിന്റെ ഇന്റീരിയറിനെ പുതുമയുള്ളതാക്കുന്നു. ബെഡ്റൂമിൽ നൽകിയിട്ടുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുകൾ പരിശോധിച്ചാൽ 2x4 വലിയ ടൈലുകൾ വാൾ ടൈലുകളായി നൽകി നല്ല സ്പേഷ്യസ് ആയ പ്രീമിയം ലുക്ക് തന്നെ നൽകിയിരിക്കുന്നു. കിച്ചണിലേക്ക് വന്നാൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഫുള്ളി ലോഡഡ് ആയ കബോർഡുകൾ നൽകി അതിൽ ബ്ലാക്ക് കളർ ഗ്രാനൈറ്റുകൾ സ്ലാബ് ടോപ്പുകളായി നൽകി നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ തന്നെ നമുക്ക് ലഭിക്കുന്നു. ഇതിനോട് ചേർന്ന് ഒരു സെക്കൻഡ് കിച്ചണുള്ള സ്ഥാനവും ഈ വീട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കിയാൽ സ്റ്റെയറുകൾ കയറി നമ്മൾ കടന്നു ചെല്ലുന്നത് ഒരു അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെയും നല്ല രീതിയിൽ തന്നെ ജിപ്സം സീലിംഗും LED ലൈറ്റ് പാനലിംഗും എല്ലാം നൽകിയിരിക്കുന്നു. താഴെ കണ്ടപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സഹിതമുള്ള 2 ബെഡ്റൂമുകളാണ് മുകളിലത്തെ നിലയും നൽകിയിട്ടുള്ളത്. ഒപ്പം ഓപ്പൺ ടെറസ് ഏരിയ ഷീറ്റ് വർക്ക് ചെയ്ത് നല്ല ഒരു യൂട്ടിലിറ്റി സ്പേസ് ആക്കി മാറ്റിയിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും ആകർഷിച്ചത് ഓപ്പൺ ടെറസ് ഏരിയയിൽ വാഷിംഗ് മെഷീൻ വയ്ക്കാൻ നൽകിയ ഈ സ്ഥാനം ഒരുക്കിയ രീതിയാണ്. തുണികൾ നനയ്ക്കുമ്പോൾ വെള്ളം നിലത്ത് വീണ് ഒഴുകാതിരിക്കാൻ വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന സ്ഥാനത്തിന് ചുറ്റും ചെറിയ ഒരു ഭിത്തികൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഓപ്പൺ ടെറസ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ട് ആരുടെയും ശ്രദ്ധയിൽ പെട്ടെന്ന് പെടാത്ത വിധം എന്നാൽ ഫ്രണ്ട് എലിവേഷന്റെ ഏറ്റവും ഹൈലൈറ്റ് പോർഷനായ ബാൽക്കണിയും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ വീടിന്റെ ഓവറോൾ ഡയമെൻഷൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കാം. ഈ വീടിന്റെ ലാൻഡ് ഏരിയ വരുന്നത് 5.1 സെന്റ് സ്ഥലമാണ്. അതിനകത്ത് 2100 സ്ക്വയർ ഫീറ്റ് ആണ് ബിൽഡപ്പ് ഏരിയ വരുന്നത്. ഈ 2100 സ്ക്വയർ ഫീറ്റ് ബിൽഡപ്പ് ഏരിയ കൂടാതെ 500 സ്ക്വയർ ഫീറ്റ് ഓപ്പൺ ടെറസ് ഏരിയ കൂടി ഇതിൻ്റെ ഒപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ വീട്ടിലേക്ക് ആദ്യം കടന്നു വന്ന ലിവിംഗ് കം ഡൈനിങ് ഏരിയയുടെ നീളം വരുന്നത് 24.38 അടിയും വീതി വരുന്നത് 20.37 അടിയുമാണ്. 496.62 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ ലിവിംഗ് കം ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കിടക്കുന്നത് കിച്ചണിലേക്കാണ്. 16.59 നീളവും 9.40 വീതിയും വരുന്ന ഈ ഒരു കിച്ചണ് 155.94 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് താഴെ നിലയിലെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ബെഡ്റൂം നമ്പർ 1. ബെഡ്റൂം നമ്പർ 1 വേണ്ടി ഇവിടെ നീളം 13.12 വീതി 11.33 148.64 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു ബെഡ്റൂം 1 വേണ്ടി ഇവിടെ മാറ്റിവെച്ചിട്ടുള്ളത്. ബെഡ്റൂം 1 നിന്ന് നമ്മൾ നേരെ കിടക്കുന്നത് ബെഡ്റൂം 2ലേക്കാണ്. 13.42 നീളവും 10.54 വീതിയും വരുന്ന ഈ ഒരു ബെഡ്റൂം 2 141.44 സ്ക്വയർ ഫീറ്റ് ഇവിടെ മാറ്റിവെച്ചിരിക്കുന്നു. സ്റ്റെയറുകൾ കയറി നമ്മൾ 1ാം നിലയിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് ഏരിയയുടെ നീളം വരുന്നത് 16.84 വീതി വരുന്നത് 12.8 215.55 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ അപ്പർ ലിവിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. മുകളിലത്തെ 2 ബെഡ്റൂമുകളിൽ 1ാമത്തെ ബെഡ്റൂം അതായത് ബെഡ്റൂം നമ്പർ 3
അതിൻ്റെ നീളം വരുന്നത് 13.95 വീതി വരുന്നത് 10.59 147.73 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ ഈ ബെഡ്റൂം നമ്പർ 3ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അവസാനത്തെ ബെഡ്റൂമായ ബെഡ്റൂം നമ്പർ 4ലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ നീളം വരുന്നത് 12.1 വീതി വരുന്നത് 10.92 132.13 സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇലക്ട്രിക്കൽ സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ ഒന്ന് പരിശോധിച്ച് വരാം. ഇലക്ട്രിക് സെക്ഷനിലേക്ക് പോയാൽ വയറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ള കേബിളുകളെല്ലാം തന്നെ വി-ഗാർഡിന്റെയാണ്. സിംഗിൾ ഫേസ് കണക്ഷൻ വരുന്ന ഈ വീട്ടിൽ MCB, ELCB മറ്റ് ഇലക്ട്രിക് സ്വിച്ചുകൾ എല്ലാം വരുന്നത് ഗോൾഡ് മെഡലിന്റെയാണ്. പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി സെക്ഷനിലേക്ക് വന്നാൽ സുപ്രീമിന്റെ 1000 ലിറ്ററിന്റെ പ്രൈമറി വാട്ടർ ടാങ്കും മറ്റ് പൈപ്പ് ലൈനുകൾ സുപ്രീമിന്റെ തന്നെ ബ്രാൻഡഡ് പൈപ്പുകളും ഉപയോഗിച്ചിരിക്കുന്നു. ബാത്റൂമിൽ ഉപയോഗിച്ചിട്ടുള്ള സാനിറ്ററി ഫിറ്റിങ്ങുകൾ, ക്ലോസറ്റ്, വാഷ് ബേസിൻ, മറ്റ് പൈപ്പുകൾ എല്ലാം തന്നെ സെറയുടെ ബ്രാൻഡഡ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. വടക്കോട് ദർശനമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വീടിന്റെ നിർമ്മാണ സാമഗ്രികളുടെ അടുത്ത് പരിശോധിച്ചാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന മരങ്ങളെല്ലാം തന്നെ മഹാഗണി, അതേപോലെ ആഞ്ഞിലി തുടങ്ങിയ മരങ്ങളാണ്. അതുപോലെ ഈ വീടിന്റെ അകത്തേക്ക് വരുമ്പോൾ ബെഡ്റൂമിന്റെ ഇന്റീരിയറുകളെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള കബോർഡുകളെല്ലാം തന്നെ മൾട്ടിവുഡിലാണ് തീർത്തിട്ടുള്ളത്. അതുപോലെ കിച്ചന്റെ കബോർഡ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ടൈലുകളുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ ടൈലുകളെല്ലാം തന്നെ കജേരിയ പോലെയുള്ള ബ്രാൻഡഡ് ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളപ്പോൾ ഈ പ്രോപ്പർട്ടി പരമാവധി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യം ഈ ഒരു പ്രോപ്പർട്ടിയുടെ വില വിവരങ്ങളായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില ഒരിക്കലും ഡ്രീംസ്ലാൻഡ് ഇട്ട വിലയല്ല. ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പബ്ലിഷ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന വില എന്ന് പറയുന്നത് 98 ലക്ഷം രൂപയായിരിക്കും. തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു നെഗോഷ്യബിളൊക്കെ പോസിബിൾ ആയിരിക്കും. ഡ്രീംസ്ലാൻഡ് വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പോസിബിൾ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് ബാങ്ക് ലോണിൻ്റെയൊക്കെ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഏകദേശം 25ഓളം ബാങ്കുകളുടെ ഡയറക്റ്റ് ഡീലിംഗ് ആണ് നമ്മൾ ഡ്രീംസ്ലാൻഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡോർ സ്റ്റെപ്പ് അസിസ്റ്റൻസുമായിട്ട് എല്ലാ ബാങ്കുകളും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. അതുപോലെ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കുന്ന സമയത്തുള്ള ലീഗൽ സർവീസ്, അതിനുവേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയൊരു ലീഗൽ ടീമും ഡ്രീംസ്ലാൻഡിൻ്റെ ഒപ്പം തന്നെയുണ്ട്. അതെല്ലാം തീർത്തും ഈ പറഞ്ഞ ബാങ്ക് ലോൺ സർവീസസ് ആണെങ്കിലും ഈ ലീഗൽ സർവീസസ് ആണെങ്കിലും എല്ലാം നമ്മുടെ കസ്റ്റമേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരു വീടിൻ്റെ വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.